എൻ്റെ കൊച്ചുമക്കള് കഥ പറയുമ്പോൾ പല കഥകളും രാമായണത്തിലെയും മഹാഭാരതത്തിലെയും ഒക്കെ കഥകളിങ്ങനെ പറഞ്ഞ് ചിലപ്പോഴൊക്കെ എനിക്ക് എൻ്റെ ബാല്യകാലത്തെ ചില സ്മരണകൾ മനസ്സിലേക്ക് വരാറുണ്ട്. ആ ബാല്യ യൗവന കൗമാര ബാല്യകാലങ്ങളെല്ലാം കഴിഞ്ഞ് മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പഴയ കഥകളൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അത് സുഹൃത്തുക്കൾക്കും ഒക്കെ വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഉദ്യമം. പണ്ട് ഞാൻ ചില കവിതകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ മുതുവിലാക്കാട്ടെ, ശാസ്താംകോട്ട പഞ്ചായത്തിലെ മുതുവിലാക്കാട്ടെ ഒരിടത്തരം കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അവിടെ അപ്പൂപ്പന്മാരുടെയും വലിയച്ഛന്മാരുടെയും അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ സന്തോഷമായി ജീവിക്കുമ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥ, വേറെ വേറെ വീടുകളുണ്ടെങ്കിലും 4-5-6 വീടുകൾ, വലിയ സ്ഥലത്ത് 4-5 വീടുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. വലിയച്ഛൻ, അപ്പച്ചി, അച്ഛൻ, വേറൊരു വലിയച്ഛൻ, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വീട് വെച്ചിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്കൊന്നും മതിലുകളും കയ്യാലുകളും ഒന്നുമില്ല, ഇങ്ങനെ നിരന്ന് കിടക്കുക. അപ്പോൾ ആ ബാല്യം ഇങ്ങനെ ഓർത്തുപോയി. ആ ബാല്യത്തിലെ കഥകളൊക്കെ മനസ്സിലുണ്ട്. പശുക്കളും കാളയും പോത്തും എല്ലാമായി ജീവിക്കുന്ന ഒരു കാലഘട്ടം. കൊയ്ത്തും മെതിയും പയറും കുതിരയും കൂരകും എള്ളും നെല്ലും ഒക്കെ ഉണ്ടാകുന്ന ഒരു ബാല്യകാലം. ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വന്നപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ഇപ്പം ആ കൃഷിയെ ഏകദേശം ഇല്ലാതായി. അപ്പം ആകെ കാണുന്നത് കുറച്ച് മരച്ചീനിയും വാഴക്കൃഷിയും മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കിയുള്ള കൃഷികളെല്ലാം പോയി. തെങ്ങും ഏകദേശം നഷ്ടപ്പെട്ടു. റബ്ബർ കുറച്ച് കയ്യേറി. ഇപ്പോൾ റബ്ബർ ഏതാണ്ട് പോയി. കാട് പിടിച്ച് കിടക്കുന്ന പുരയിടങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില വിഷമങ്ങളും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാം. അപ്പോൾ ബാല്യകാലത്ത് ഇങ്ങനെ മുതുലാക്കാട്ട് ഇടിഞ്ഞ കുഴിയിൽ ഗവൺമെൻറ് LPSലാണ് 4ാം ക്ലാസ് വരെ പഠിക്കുന്നത്. ആ 4ാം ക്ലാസ്സിൽ പഠിത്ത സമയത്തൊക്കെ അധ്യാപകർ, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകർ രാഘവൻപിള്ള എന്ന സാറാണെങ്കിലും അദ്ദേഹത്തെ ഇംഗ്ലീഷ് സാർ എന്നാണ് വിളിക്കുന്നത്. കണക്ക് പഠിക്കുന്ന രാമകൃഷ്ണപിള്ള സാറാണെങ്കിലും അദ്ദേഹത്തെ കണക്ക് സാർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവരൊക്കെ നമ്മുടെ നാട്ടുകാർ തന്നെ. അവരുമായിട്ടൊക്കെ ഭയങ്കര സ്നേഹമായിട്ട് പഠിച്ചിങ്ങനെ വന്ന് കടമാട് സ്കൂളിലേക്ക് അച്ഛൻ കൊണ്ടുപോയി. അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ 5ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർന്ന് പഠിക്കുന്നു. അവിടെ 5-6 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ തിരിച്ച് വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരെയുള്ള കടമനാട് ഹൈസ്കൂൾ വിട്ട് വരുമ്പോൾ ഓർക്കുന്ന ചില കഥകളുണ്ട്. ആ കഥകളിൽ നിറഞ്ഞു നിൽക്കുന്ന 2 മനുഷ്യരൂപങ്ങളാണ്. ഒന്ന് കോട്ടയപ്പീലി എന്നാണ് അയാൾ അറിയപ്പെടുന്നത്. മറ്റൊരാൾ കോട്ടയിൽ ലക്ഷ്മി എന്നാണ് വിളിക്കുന്നത്. ലക്ഷ്മി എന്നാണ് അവരുടെ പേര്. എങ്കിലും കോട്ടയിൽ ലക്ഷ്മിയും കോട്ടയപ്പീലിയും, ഇങ്ങനെ 2 കഥാപാത്രങ്ങൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ എൻ്റെ മനസ്സിലിപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയുമാണ് കടമ്പനാട് ചന്ത ഉള്ളത്. ഈ ചന്ത കഴിഞ്ഞ് ഇവർ ചന്തയിൽ നിന്ന് വന്ന് സ്കൂളിൻ്റെ മുമ്പിൽ ഞങ്ങളെ കാത്തിങ്ങനെ നിൽക്കും. ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവരവിടെ നിന്ന് അങ്ങോട്ട് നടക്കുകയാണ്. ശാസ്താംകോട്ട വരെ നടക്കുക. ചൊവ്വാഴ്ച കഴിഞ്ഞാൽ ബുധനാഴ്ച ശാസ്താംകോട്ട ചന്തയാണ്. വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനിയാഴ്ച ശാസ്താംകോട്ട ചന്തയാണ്. അപ്പോൾ ഈ ശാസ്താംകോട്ട ചന്തയിലേക്കാണ് അവരുടെ പോക്ക്. അവർ ചന്തയിൽ അവിടുത്തെ ജോലികളൊക്കെ ചെയ്ത് കൊല വിൽക്കാൻ വരുന്നവരോടും പച്ചക്കറി കച്ചവടക്കാരോടും മീൻ കച്ചവടക്കാരോടും അവരുടെ ഇവിടെയൊക്കെ സിംഗിടികളായിട്ട് നടന്ന് അവിടെ എന്തെങ്കിലും വാങ്ങിച്ച് തിന്ന് അവിടെ എവിടെയോ കടന്നുടങ്ങുന്നു. ഇവർ തമ്മിൽ എപ്പോഴും ഗുസ്തിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സ്ത്രീയും ഈ പുരുഷനും തമ്മിൽ എപ്പോഴും ഗുസ്തിയാണ്. പക്ഷെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ കോട്ടയപ്പീലി. ഞങ്ങൾക്ക് ഭയങ്കര സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഒരു ഹീറോയാണ്. അത് ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഈ കോട്ടയപ്പീലി ഞങ്ങളെ നോക്കി നിൽക്കും. അപ്പോൾ അയാളുടെ ഉടുപ്പിൻ്റെ പോക്കറ്റിൽ ജൂബ പോലുള്ള ഉടുപ്പായിട്ടേക്കും. അതിൻ്റെ പോക്കറ്റിൽ ഇങ്ങനെ കപ്പലണ്ടി മിഠായി ഇങ്ങനെ അയാൾ സൂക്ഷിച്ചു വെച്ചേക്കും. അത് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട കപ്പലണ്ടി മിഠായിയാണ്. കടകളിൽ ഇങ്ങനെ നിരന്നിരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്.
ആ കപ്പലിൻ്റെ മിഠായിയുമായിട്ട് ഞങ്ങളെ കാത്തു നിൽക്കും. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പീലി ചേട്ടാ എന്ന് വിളിക്കും. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങളുടെ കൂടെ നടക്കും, ഞങ്ങളുടെ മുമ്പേ അയാൾ നടക്കും, ഞങ്ങളയാളുടെ പിന്നാലെ നടക്കും. ഞങ്ങളിങ്ങനെ ചേട്ടാ എന്തൊരു വിശേഷം എന്നൊക്കെ പറയുമ്പോൾ അയാളിങ്ങനെ ഓരോ കഥകളൊക്കെ പറയും. ചന്തയിൽ പോയി അത് ചെയ്തു, എല്ലാം ചന്തകളിലെ കഥകളേ ഉള്ളൂ. ഈ കഥകളെല്ലാം കേട്ട് ഞങ്ങൾക്ക് കപ്പലിന് മിഠായി തരും. കപ്പലിന് മിഠായിയൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ ശാസ്താംകോട്ടയെ പോയിട്ട് ഞങ്ങളിങ്ങനെ നടക്കും. പക്ഷേ കടമ്പനാട് കഴിഞ്ഞിട്ട് നസ്രയത്ത് മുക്കി ചെല്ലുമ്പോൾ കുറച്ച് പേര് പിരിഞ്ഞു പോകും. വെള്ളുമ്പളി മുക്കി ചെല്ലുമ്പോൾ കുറച്ച് പേര് പിരിഞ്ഞു പോകും. ഏഴാമേരി ചെല്ലുമ്പോൾ കുറച്ച് പേര് പിരിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ടാണ് ശാസ്താനട. ശാസ്താനട ചെല്ലുമ്പോഴാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് വെച്ച് ഓരോരുത്തരും ഈ പീലിച്ചേട്ടനോട് പറയും, പീലിച്ചേട്ടൻ അതാണ്ട് ആ വീട്ടിൽ മാങ്ങ നിൽപ്പുണ്ട്, ആ മാങ്ങ ഞങ്ങൾക്ക് പറിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ ഉടനെ പീലി പോയി അത് പറിച്ചുകൊണ്ട് വരും. വീട്ടുകാർ പീലിയെ വഴക്ക് പറയും. പീലിക്ക് അതൊന്നും വിഷയമല്ല. പീലി ആ മാങ്ങയും പറിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾക്ക് തരും. ആ മാങ്ങ ഞങ്ങൾ ഇടിച്ചു പൊട്ടിച്ച് തിന്നും, പീലിയുടെ കയ്യിൽ നിന്ന് കപ്പലിന് മിഠായി തിന്നും, അങ്ങനെ വേറെ നെല്ലിക്ക തിന്നും, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തിന്ന് ഞങ്ങളിങ്ങനെ കുറച്ച് ദൂരം പോകുമ്പോൾ പിരിഞ്ഞു പോകുന്ന ആളുകളുടെ ആ പീലി എന്ന് വിളിച്ചിട്ട് ഓടും. അപ്പോൾ പീലി അവന്മാരെ നോക്കി പോയിനുള്ള പിള്ളേരെ എന്നൊക്കെ പറയും. ഞങ്ങൾ പറയും, ചേട്ടാ അവന്മാർ പന്ന കുട്ടികളാണ്, ഞങ്ങൾ നല്ല കുട്ടികളില്ലേ ചേട്ടാ, ഞങ്ങളുടെ കൂടെ വാ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ പാവം ഞങ്ങളുടെ കൂടെ നടന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് വരുമ്പോൾ വീണ്ടും ഇല്ലല്ലോ, അതേ അവസ്ഥ തന്നെ. അടുത്ത ശാസ്ത്രനാട് ചെല്ലുമ്പോൾ ഞങ്ങൾ പിരിയുന്ന സമയത്ത് ഞങ്ങൾ ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. പക്ഷെ ഇതൊന്നും അടുത്ത ആഴ്ചയിൽ വരുമ്പോൾ പീലിക്കില്ല. പീലിക്ക് പഴയ പോലെ തന്നെ ഞങ്ങളുടെ സ്നേഹം, ആ നല്ല മനസ്സിൻ്റെയൊക്കെ ആ പീലിയും ആ ലക്ഷ്മിയും ഒക്കെ നമ്മൾ ഓർക്കുന്നു. അവിടെ കഴിഞ്ഞിട്ട് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലേക്ക് SSLC കഴിഞ്ഞ് പ്രീഡിഗ്രിക്ക് ചെന്ന് ചേർന്നപ്പോഴാണ് വിശാലമായ സ്വാതന്ത്ര്യം നമ്മളൊക്കെ അനുഭവിക്കുന്നത്. വിശാലമായ സ്വാതന്ത്ര്യം വെച്ചാൽ പ്രീഡിഗ്രി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജല്ലേ. ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സ്വാതന്ത്ര്യം. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സമരം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടേ ഇല്ല. സമരം ചെയ്യണം എന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കത്തില്ല. കാരണം അധ്യാപകർ, അച്ഛൻ ഉൾപ്പെടുന്ന അധ്യാപകരാണ് അവിടുത്തെ ലീഡിങ് ടീച്ചേഴ്സ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് മാറി സമരം ചെയ്യാൻ ഒക്കത്തില്ല. അങ്ങനെ സമരം ചെയ്യാൻ ഒക്കാത്ത ചില കഥകളൊക്കെ ഉണ്ട്. അവിടുന്ന് കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. അവിടെ പ്രീഡിഗ്രിക്ക് ചേർന്ന് പഠിക്കുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പാണ് ഞാനെടുത്ത് പഠിക്കുന്നത്. ആ സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുമ്പോൾ അന്നത്തെ വിചാരം വളരെ എളുപ്പം അങ്ങ് പാസ്സാവാണ്. പക്ഷെ സെക്കൻഡ് ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ദഹിക്കാതായി. അപ്പോൾ ആ ക്ലാസ്സുകളിൽ നിന്നൊക്കെ പലപ്പോഴും കട്ട് ചെയ്ത് കോളേജിൽ ശങ്കരമംഗലത്ത് ബംഗ്ലാവിൻ്റെ പറങ്കാൻ തോട്ടത്തിലേക്ക് ചില സീനിയേഴ്സൊക്കെ പോയിരുന്ന് ചീട്ട് കളിക്കുന്നതൊക്കെ പോയി നോക്കി ഇങ്ങനെ നിന്ന് അവിടെ ഉച്ചയ്ക്കിരുന്ന് ചോറും ഒക്കെ ഉണ്ട്. ചില കൂട്ടുകാരും ഒക്കെ കൂടിയായിട്ട് ഇങ്ങനെ നടന്ന് പ്രീഡിഗ്രി കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് പരീക്ഷ വന്നു കഴിഞ്ഞപ്പോൾ ആഹപ്പാടെ തത്രപ്പാടായി. പരീക്ഷയ്ക്ക് തോറ്റുപോകും എന്ന് നല്ല ഉറപ്പായി കഴിഞ്ഞപ്പോൾ നമ്മൾ പരീക്ഷ ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് പഠിത്തം അവിടെ നിർത്തി. ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് പോയി ഔവറിൽ പോയി ചേർന്ന് പഠിച്ചിട്ട് പരീക്ഷ എഴുതിയപ്പോൾ കൊണ്ട് സയൻസ് തോറ്റുപോയി. അപ്പോൾ വീണ്ടും പഠിച്ചു. അടുത്ത പ്രാവശ്യമാണ് നമ്മൾ എഴുതിയെടുത്ത് ജയിക്കുന്നത്. അന്ന് നമ്മൾ സയൻസിനോടെല്ലാം ഇത് പറഞ്ഞു. പക്ഷെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സന്തോഷം, ഇപ്പോൾ നമ്മൾ ഈ നിമിഷങ്ങളിലൊക്കെ ഓർക്കുമ്പോഴാണ് നമുക്കതിങ്ങനെ ആ യൗവനവും നമ്മുടെ ബാല്യവും കൗമാരവും എല്ലാം കടന്നുപോയി വാർദ്ധക്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ അയവിറക്കുന്ന ഒരു സുഖം, ആ സുഖം ഷെയർ ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന സന്തോഷമാണ്. ഈ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ, അപ്പോൾ ഇങ്ങനെ പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം ചേർന്ന് പഠിക്കുന്ന ക്ലാസ്സുകളാണ്. ആ ക്ലാസ്സുകളിൽ നിന്ന് പിള്ളേർ നമുക്കൊരു മിഠായി തരുമ്പോൾ, അല്ലെങ്കിൽ അവർ നമ്മളോട് സ്നേഹങ്ങൾ വർത്താനം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അകൽച്ച, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു ഒരകൽച്ചയും അടുപ്പവും എല്ലാം ചേർന്നുള്ള ചില വികാരങ്ങൾ, ചില കഥകളും ഒക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ നിറം പിടിപ്പിച്ച ഓർമ്മകളായിട്ട് ഇങ്ങനെ അവശേഷിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും അതൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഇതൊന്നും ഒരു മാർഗവുമില്ല, കിട്ടാനൊരു മാർഗം. ഇപ്പോൾ കൊച്ചുമോളായാലും സ്കൂളിലോട്ട് പോകുന്നത് വീടിന് മുമ്പിൽ നിന്ന് ബസ്സിൽ കയറി സ്കൂളിലേക്ക് പോകും. അവിടുന്ന് അതേപോലെ ബസ്സിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അവർക്ക് സ്കൂളിൽ വെച്ചുള്ള കൂട്ടുകാരല്ലാതെ മറ്റൊരു ബന്ധുക്കളോ കൂട്ടുകാരോ ഒന്നും. അപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഈ ചിന്തകളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും. അപ്പോൾ അവർക്ക് കഥ പറയാൻ ഇപ്പോൾ ഞാനാണ് അവരുടെ ഒരു ആശയം.
ഇപ്പം ഞാനൊരു ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങിയപ്പോൾ ആ കഥകളൊന്നും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റാത്ത അവസ്ഥ. എന്നെ കാണുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു മാനസിക വ്യത്യാസങ്ങൾ ഇതെല്ലാം കൂടെ ഓർത്ത് നോക്കുമ്പോൾ നമുക്കും ചിലപ്പോഴൊക്കെ തോന്നും ആ പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സുഖം ഇന്ന് ആർക്കും കിട്ടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം. ഇതൊക്കെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും? ഇനി പരിഹരിക്കാൻ പറ്റത്തില്ല അല്ലേ? ഇപ്പോഴും ആ ഒരു പ്രത്യാശയുടെ ഭാഗം എന്ന നിലയിലായിരിക്കും എനിക്ക് അച്ഛനും അമ്മയൊക്കെ തന്ന സ്ഥലങ്ങളൊന്നും ഒരു സെന്റ് പോലും എനിക്ക് വിൽക്കാൻ തോന്നാറില്ല. അവിടെ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഇപ്പോഴും വീട്ടിൽ ചെന്നിട്ട് ശാസ്താംകോട്ടയിലെ മുതുകിലാട്ടാട്ടേൻ്റെ സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ എനിക്കെന്തോ അറിയാത്ത ഒരു സുഖമാണ്. ഇതൊക്കെ കുറച്ചു കാലം നമ്മൾ കഴിയുമ്പോൾ ഇതെല്ലാം വിട്ട് നമ്മൾ പോകും. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു സ്ഥലത്തിനായിരുന്നു വല്യച്ഛന്മാരുടെയൊക്കെ വീട്. ഇന്ന് ഒരു വല്യച്ഛൻ്റെ സ്ഥലമെല്ലാം പോയി ഇപ്പോൾ ഒരു ഓഡിറ്റോറിയം വന്നിരിക്കുന്നു. അവർ കൊച്ചുമക്കളൊക്കെ അത് വിറ്റ് കഴിഞ്ഞാൽ ഓഡിറ്റോറിയം വന്നിരിക്കുന്നു. ഇനി അതുപോലെ ഓരോന്നോരോന്ന് ഇങ്ങനെ വിറ്റ് ആളുകൾ മാറുന്നു. കുറേ ആളുകൾ നമ്മുടെ രാജ്യത്തും വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. എൻ്റെ മക്കളുടെ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന അടൂരിലുണ്ടായിരുന്ന തൊട്ടടുത്തടുത്ത വീടുകളിലുള്ളതിൽ ഇപ്പോൾ എൻ്റെ മക്കളെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ രാജ്യം തന്നെ വിട്ട് കാനഡയിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ ചേക്കേറി. അപ്പം ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ പോരുത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അവിടെ തുറു ഇടുക എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതൊക്കെ ഒരു വലിയ ആഘോഷമായിരുന്നു. ഒരുപാട് പേര് വന്ന് ഇങ്ങനെ കച്ചിയൊക്കെ വാരി തുറുവിലിടുമ്പോൾ ആ തുറുവും വലിയച്ഛൻ്റെ സ്ഥലമൊക്കെ വാങ്ങിച്ച നസീർ ഓഡിറ്റോറിയം പണിഞ്ഞപ്പോൾ ഞാൻ എന്നോട് വന്ന് കണ്ടപ്പോൾ ഞാൻ നസീറിനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ വലിയച്ഛനിട്ട ആ ഒരു തുറുവും അവിടെ നിൽപ്പുണ്ട്, ആ തുറുവും നസീർ പിഴുത് കളയരുത്. അതേപോലെ ഒരു തുറുവും ഞങ്ങളുടെ ഈ സ്ഥലത്തിൻ്റെ കിടപ്പുണ്ട്. അച്ഛനന്ന് ഒരു ദിവസം ഇട്ടത്. എൻ്റെ ബാല്യത്തിൽ കണ്ട ആ സന്തോഷമുള്ളൊരു നിമിഷമായിരുന്നു അതൊക്കെ. അപ്പോൾ നസീർ പറഞ്ഞു, ഒരിക്കലും സാറേ, എൻ്റെ കാലഘട്ടം മൊത്തം എൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലായിട്ട് ദൂരെ മാറി ആ തുറുവും ഞാൻ നിലനിർത്തും. ഇപ്പോഴും അയാൾ ആ വാക്ക് പാലിച്ചിട്ടുണ്ട്, അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ ആ വലിയ മാവും ഒന്നുമില്ല, ഒക്കെ ഇങ്ങനെ മാറി. അതൊക്കെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇതൊക്കെ മാറും. അവിടെ ഞാൻ പലപ്പോഴും ഓർക്കുമ്പോൾ കുമാരനാശാൻ്റെ ഒരു കവിതയുടെ ഒരു ചെറിയ വരികൾ ഞാൻ ഓർക്കുകയാണ്. ഒന്നിനുമില്ല സ്ഥിരത, ഉന്നതമായ കുന്നും അല്ല ആഴിയും നശിക്കും ഓർത്താൽ എന്ന് കവി പാടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറി മറിയും. നമ്മൾ ബസ്സിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കൊട്ടാരക്കരയോട്ട് പോകുന്ന വഴിയിലുള്ള വലിയ കുന്നുകളെല്ലാം ഇപ്പോൾ ഇടിച്ച് നിരത്തി അതെല്ലാം സമതലങ്ങളായി മാറി, വയലുകളെല്ലാം മാറി. അപ്പോൾ ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തിൻ്റെ ആ പ്രതിധ്വനി നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് എനിക്ക് ഉണ്ടാകുന്ന ഒരു കവിത പഠിപ്പിക്കുമ്പോഴേ, കവിത കേൾക്കുമ്പോഴേ, പാട്ടുകൾ കേൾക്കുമ്പോഴേ, കവിത വായിക്കുമ്പോഴേ, നാടകങ്ങൾ കാണുമ്പോഴേ, നാടകങ്ങൾ വായിക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം എൻ്റെ കൊച്ചുമക്കൾക്കൊക്കെ നഷ്ടപ്പെടുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ആ വിഷമത്തിന് ഒരു അറുതി എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയുന്നില്ല. എങ്ങനെ വന്ന് ഭവിക്കും എന്നെനിക്കറിയുന്നില്ല. ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരുപാട് ആത്മഹത്യകളെ കുറിച്ചൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വ്യാകുലപ്പെടുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ 10ാം ക്ലാസ്, ഈ അടുത്ത സമയത്ത് 1-2 കുട്ടികൾ 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് അച്ഛനോട് അച്ഛൻ വഴക്ക് പറഞ്ഞു, അമ്മ വഴക്ക് പറഞ്ഞു പറഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെയൊക്കെ അച്ഛൻ എത്രയോ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്നെ കെട്ടിയിട്ട് തല്ലിയിട്ടുണ്ട്. കെട്ടിയിട്ട് തല്ലുക എന്ന് പറഞ്ഞാൽ എഴുത്തിലിങ്ങനെ ജീസസ് ക്രൈസ്റ്റിനെ ക്രൂശിക്കുന്ന പോലെ കൈകൾ രണ്ടും പിന്നിൽ പൊക്കി കെട്ടിയിട്ട് അച്ഛൻ എന്നെ ഇങ്ങനെ അടിക്കാനായിട്ട് ഭാവിക്കുകയും അടിക്കുകയും ചെയ്തു. അപ്പോൾ അടിക്കുമ്പോൾ എനിക്കുള്ള ഒരു ബലം എന്താണെന്ന് വെച്ചാൽ ഉറക്കം കരയും. അയ്യോ അടിക്കാൻ അച്ഛൻ അടിക്കാൻ പോകുന്നു എന്ന് വിളിച്ചു. അത് എന്തിനാന്ന് വെച്ചാൽ എൻ്റെ വല്യച്ഛൻ കേൾക്കണം. എൻ്റെ വല്യച്ഛനെ അച്ഛന് ഭയമാണ്. അപ്പോൾ വല്യച്ഛൻ അവിടെ നാടടാന്ന് പറഞ്ഞൊരു വരവുണ്ട്. അവിടെ വല്യച്ഛൻ ഇങ്ങനെ മുണ്ടൊക്കെ മടക്കി കുത്തി ഓടി വരുന്ന ഒരു വരവുണ്ട്. ആ വരവ് കാണുമ്പോഴത്തേക്ക് അച്ഛൻ വേഗം പരിക്കാത്തത്. അപ്പോൾ എന്നെ അവിടെ നിന്ന് വല്യച്ഛൻ രക്ഷപ്പെടുത്തി. അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ ഇപ്പോഴത്തെ കാലത്ത് നിസ്സാര കാര്യത്തിന് പോലും കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ എനിക്കൊക്കെ എത്രയോ അടി കിട്ടിയിട്ടുണ്ട്, ക്ലാസ്സുകളിൽ കിട്ടിയിട്ടുണ്ട്, വീട്ടിൽ ചെന്നാൽ കിട്ടിയിട്ടുണ്ട്. അത് വികൃതിയുടെ ഭാഗമാകും, വികൃതി കാണിച്ചിട്ടാവും. ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അന്ന് പലപ്പോഴും അടി കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൂട്ടുകൂടി
സ്കൂളിൽ പഠിച്ചിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കൂട്ടുകൂടിയിട്ട് ഓണവിളച്ചിറ എന്ന് പറഞ്ഞ വലിയൊരു ചിറയുണ്ട്. ഈ ചിറയിലേക്ക് ഞങ്ങൾ നീന്താൻ പോകും. നീന്താൻ പോകുന്ന സമയത്ത് അവിടെ കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, നിനക്ക് നീന്ത് പഠിക്കണോ എന്ന് ചോദിച്ചു. അവൻ പറയും, അല്ലെങ്കിൽ അവൾ പറയും നീന്ത് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊക്കിയെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇടുക. പൊക്കിയെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ ഈ കൊച്ചുങ്ങൾ അവിടെ കിടന്ന് വെള്ളം കുടിക്കും. കുടിച്ച് കുറച്ചു നേരം 2-3 പ്രാവശ്യം താഴ്ന്ന് വെള്ളം കുടിക്കുമ്പോൾ കണ്ണൊക്കെ തെള്ളുമ്പോഴാണ് ഞങ്ങൾ പൊക്കിയെടുത്ത് കരക്കി കയറ്റുന്നത്. കരക്കയറ്റ് ഓടിക്കും. പിന്നെ ഈ കൊച്ചുങ്ങൾ നീന്ത് പഠിക്കേണ്ട കൂടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അച്ഛനും അമ്മയൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന അച്ഛനോട്, എൻ്റെ അച്ഛനോട് ഇതൊക്കെ പറയും. അപ്പോൾ അച്ഛൻ എന്നെ പിടിച്ച് കെട്ടി അടിക്കും. ആ അടിയിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ച വല്യച്ഛൻ, ആ വല്യച്ഛൻ്റെ മണ്ണ് വല്യച്ഛനെയും വല്യമ്മച്ചയെയും എൻ്റെ ചേട്ടനെയും ഒക്കെ അടക്കിയ മണ്ണെല്ലാം പോയി. അതെല്ലാം ഇപ്പം നഷ്ടപ്പെട്ടു വരുമ്പോൾ ഇതുപോലെ നഷ്ടത്തിൻ്റെതായ കഥകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം, അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ അതിനെക്കുറിച്ച് അവിടെ ആലോചിക്കുമ്പോൾ ഒരു പ്രതിവിധിയില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും പിന്നെയും പിന്നെയും നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ, അങ്ങനെ മോഹിക്കാനുള്ള മോഹം, പിന്നെയും അത് കാണാനുള്ള മോഹം, ഈ മോഹവും ഈ സന്തോഷവും ഒക്കെ ഈ ഭൂമിയിൽ എത്ര കാലമുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അതൊക്കെ നിമിഷം കൊണ്ട് അവസാനിക്കുന്നതാണ് എന്നറിയാം. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്തൊരു എപ്പിസോഡിൽ അടുത്ത കോളേജിലെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും.